നമസ്കാരം. ഫാർമ ന്യൂസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് ചുമമരുന്ന് വിൽക്കുന്നത് നിയന്ത്രിച്ചുകൊണ്ട് ഡ്രഗ്സ് കൺട്രോളർ ഒരു പുതിയ നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ സാരമായ ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. കുട്ടികളിൽ ചുമമരുന്നുകൾ, കഫ് സിറപ്പുകൾ അനിയന്ത്രിതമായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ കർക്കശ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിന്റെ പുതിയ സർക്കുലർ അനുസരിച്ച് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയോ ജലദോഷത്തിനായോ മരുന്നുകൾ ഉപയോഗിക്കരുത്. അത് കാരണം കൊടുക്കാനും പാടില്ല. മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും അത് വിൽക്കാനും പാടില്ല. ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശം പ്രകാരം അല്ലാതെ ഇത്തരം മരുന്നുകൾ നൽകുന്നത് അപകടകരമാണെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അതുപോലെ 5 വയസ്സിനോട് താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം മരുന്നുകൾ നൽകുമ്പോൾ അതിൻ്റെ അളവും, അതായത് ഡോസും ദൈർഘ്യവും ഡ്യൂറേഷനും ഡോക്ടറുടെ കർക്കശ മേൽനോട്ടത്തിൽ മാത്രമേ നിശ്ചയിക്കാവൂ എന്നും സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ അല്ലാത്ത എല്ലാ കഫ് സിറപ്പുകളും GMP ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കേഷൻ നേടിയ സ്ഥാപനങ്ങളിൽ നിർമ്മിക്കുന്ന മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മെഡിക്കൽ സ്ഥാപനങ്ങൾക്കും ഫാർമസിസ്റ്റുകൾക്കും ആരോഗ്യ പ്രവർത്തകരും ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ചു. ഇത് ഒരു ഓർഡറായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ ഓർഡറിന്റെ കോപ്പി ഞാൻ എന്തായാലും ഇതിന്റെ താഴെ ഇട്ടേക്കാം. അത് വായിക്കുക. എല്ലാ ഫാർമസികളും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളും ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ആ സമയത്ത് ഈ GMP സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കഫ് സിറപ്പുകൾ വിൽക്കുന്നതും, അതുകൊണ്ട് ഇതാണ് പുതിയ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ GMP സർട്ടിഫിക്കറ്റ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് ഉള്ള കഫ് സിറപ്പുകൾ മാത്രമേ ഇനി മെഡിക്കൽ സ്റ്റോർ വഴി അല്ലെങ്കിൽ ഫാർമസി വഴി വിൽക്കാൻ പാടുള്ളൂ. മാത്രവുമല്ല 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇനി പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമലംഘനമാണ് എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കർക്കശ മേൽനോട്ടത്തിൽ മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ എന്തായാലും താഴെ അതിൻ്റെ ആ ഓർഡർ കൂടി ഇട്ടേക്കാം. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ നമസ്കാരം.